മാപ്പിളകല അക്കാദമിയുടെ പെരിന്തൽമണ്ണയിൽ ഒരു ചാപ്റ്റർ രൂപീകരിക്കുക എന്ന ആശയം. മറ്റുള്ള ചാപ്റ്ററുകളുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തുകൊണ്ടും നമ്മൾ പെരിന്തൽമണ്ണയിൽ ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്കില്ലാതെ പോയതിന്റെ പ്രയാസം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബഹുമാന്യരായ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരിന്തൽമണ്ണ ടൗണിലും പരിസരത്തുമായി താലൂക്ക് തലത്തിൽ ഒരു ചാപ്റ്റർ രൂപീകരിക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ നമ്മളിവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവിടെ വെച്ച് തന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് ബഹുമാന്യനായ നമ്മുടെ അപ്പോ ഇവരൊക്കെ പാടുമ്പോ ആസ്വദിക്കുന്ന ആളുകൾ കയ്യടിക്കുമ്പോഴേ പിന്നൊരു പാട്ട് പാടാൻ സൗകര്യം ഉണ്ടാവുള്ളൂ. എന്റെ നാട്ടിൽ യാബൂബ് എന്ന നെച്ചുപോയി സാറ്, ഇദ്ദേഹം ഹിന്ദി ആണെങ്കിൽ കേട്ടാ പാടും, ശ്രുതി താളൊന്നും നോക്കിയില്ല. ഇയാള് റാഫി സാഹിബ് പാടിയ ഹിമം എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ പോയി പണ്ട് ചെറുപ്പത്തിൽ. ഞാൻ അതില് നമ്മുടെ പ്രധാനമായിട്ട് കഥാപാത്രം എന്ന് പറയുന്നത് സുകുമാരനും സോമനും. അപ്പൊ അവരുടെ രംഗത്ത് ഇവരുടെ ഒരു ഒരുമയോട് കൂടി ഒരു പാട്ടുണ്ട്. ഒരു കാലവും ഹിമം എന്ന് പറയുന്ന വലിയ പ്രോഗ്രാം വെച്ചപ്പോ പ്രമുഖനായ ഒരു മാപ്പിളപ്പാട്ട് കലാകാരനൊക്കെ ഉണ്ടായി. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പാട്ട് ഞാൻ എല്ലാ ചാനക്കാരും അതൊരു ഹിറ്റാണ്, കാണാൻ പറയുന്ന പാട്ട് വന്നതുപോലെ ഒരു ഹിറ്റ് ഉടനെ ഈ എഴുതി കൊടുത്തു. കാരണം അതിലെ ചില വരികളുണ്ട്, നാടൻ ശീലികൾ. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനെതിയും വെയിലത്ത് കയ്യിലും കൂത്തി നടക്കണ് എന്ന ഞാനും ഇവിടെയുള്ള നിങ്ങളും തമ്മിൽ ഒരു സ്നേഹബന്ധം ഇതിലൂടെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധത്തിന്റെ പേരിലാണ്. ആ ഒരു ബന്ധം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാറുള്ള ജീവിതം ഉണ്ടാക്കാനല്ല ഏറ്റവും പാട്, അത് നിലനിർത്താൻ കഴിയാന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. എന്ന ഞാനും ഇവിടെയുള്ള നിങ്ങളും തമ്മിൽ ഒരു സ്നേഹബന്ധം ഇതിലൂടെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധത്തിന്റെ പേരിലാണ്. ആ ഒരു ബന്ധം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാറുള്ള ജീവിതം ഉണ്ടാക്കാനല്ല ഏറ്റവും പാട്, അത് നിലനിർത്താൻ കഴിയാന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അതൊരു പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി സൗഹൃദവും സ്നേഹവും സന്തോഷവും പങ്കിട്ട് ഇങ്ങനെ പോവാന്നതാണ്. ഇത് മാപ്പിളക്കലാക്കാണെങ്കിൽ അതാ ഞാൻ പറയുന്നത്, ഇവിടെ വർഗ വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്. ഇതിന്റെ പ്രസിഡന്റ് അബ്ദുള്ള മാഷ, അദ്ദേഹം 24 കൊല്ലം മാപ്പിളകല അക്കാദമിയുടെ പ്രസിഡന്റാണ്. 24ാമത്തെ കൊല്ലം മെയ് മാസം 7-ാം തീയതി 2024 അദ്ദേഹം മരിച്ചു. അതിനുശേഷമാണ് ഞാൻ ആക്ട് ചെയ്യാൻ പോയത്, ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. അത് സെറ്റ് വരെ ഇവർ പല കോലത്തിലും പല ഭാവത്തിലും പറഞ്ഞു തീർത്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആശംസ നേർന്ന് വേഗം കഴിച്ചിട്ടാവുന്നതാണ് വലിയൊരു സമാധാനം. എങ്കിലും നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യം ഞാനിവിടെ പറയാണ്. നിങ്ങളുടെ പെരിന്തൽമണ്ണ ചാപ്റ്റർ യൂസുഫ് കെ ഞാനും ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭാഷണത്തിലൂടെ ഇങ്ങനെ തുടങ്ങി വെച്ച് യൂസുഫ് കെ എന്നോട് ആവശ്യപ്പെടുകയാണ്, കേരള മാപ്പിളകല അക്കാദമിയുടെ വാക്കുകളും സംസാരങ്ങളും ഇങ്ങനെ കേട്ടിട്ട് അദ്ദേഹത്തിന് കൊതി തോന്നിയിട്ട് എന്നോട് പറയണം, ഇതിനിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യണം. അങ്ങനെയാണ് പെരിന്തൽമണ്ണ ചാപ്റ്റർ നിങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഈ ലെവലിലേക്ക് എത്തിപ്പിച്ചത് ഇൻസിയ ടീച്ചർ ആണെന്നുള്ള വലിയൊരു സന്തോഷം. ഇക്കിളി കാട്ടി കളിച്ച് മുക്കിനെ കോടിയൊളിച്ച് അത്തല കൊളുത്തി പറിച്ച് മാടു നിന്ന് നിലവിളിച്ച് അക്കരത്തമ്മായി അന്ന് വിരുന്ന് വന്നപ്പോൾ തന്ന ചക്കര നോട്ടി നുണച്ച് തിന്ന് പാഞ്ഞപ്പോൾ भले चैन लो मुझसे मेरी जवानी, मगर मुझे करोटा तो बचपन का सावन, वो कागज की कश्ती, वो बारिश का पानी, ये दौलत भी ले लो, ये शोहरत भी ले लो, भले चैन लो मुझसे मेरी जवानी, मगर मुझे करोटा तो बचपन का सावन, वो कागज की कश्ती, वो बारिश का पानी, वो
ശനിയാഴ്ച ഞങ്ങൾക്ക് ഓണമൂണ് തരാം. അങ്ങനെ ഓണമൂണ് ഞങ്ങൾ 10-25 രോഗികൾക്ക് വേണ്ടി മാത്രം വെച്ചു കഴിഞ്ഞപ്പോൾ അന്ന് നല്ല ഒരു വലിയ ഇതൊന്നുമില്ല, സാധാരണ സൈഡിലിൻ്റെ ഫോണെടുക്കുന്ന ഇവിടെ എഡിറ്റിംഗൊന്നുമില്ലാത്തൊരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ആ വീഡിയോക്ക് ഒരു കുട്ടീനെ കൊണ്ട് അത് കൊടുത്തു. എൻ്റെ ഇടയിൽ വന്ന 2-3 വാക്കുകൾ മനുഷ്യന്റെ നന്മയെ എത്രത്തോളം പാട്ടുകൊണ്ട് ആസ്വദിച്ച് അത് കൃത്യതയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് യഥാർത്ഥമായ ഒരു കാവ്യ ആവിഷ്കാരം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കഥ പണ്ടൊക്കെ ഒരു സിനിമ